എന്നെ മെന്റലി പെട്ടെന്ന് വീക്കാക്കാൻ പറ്റുന്ന ഒരാളാണ്. സെൻസിറ്റീവ് ആണോ? തീർച്ചയായിട്ടും. എനിക്ക് ട്രെയിനിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ട് കാണുമ്പോൾ ആദ്യമേ അടിക്കാനാണ് അവർ വരുന്നത്. അവൻ ഇഷ്ടമല്ല ഞാൻ ഈ നെഗറ്റീവ് ചെയ്യുന്നത്. അവൻ കാണുമ്പോഴേ പറയും ഇത് ചെയ്യരുതെന്ന് പറയും. പുള്ളിയാണ് എൻ്റെ എല്ലാം. എനിക്ക് എന്നെ ഒരു സൈഡിൽ ഒരു പില്ലോ പറയില്ലേ അതുപോലെ നമ്മുടെ സപ്പോർട്ടർ അല്ലേ. പുള്ളി ഇല്ലാതെ ഒരു സെക്കൻഡ് എനിക്ക് അതങ്ങനെ പറ്റത്തില്ല. ഒരു വടക്കൻ സെൽഫി മൂവിയില് അയ്യോ എവിടെ തിരിച്ചു അതിലേക്ക് വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഞാനായിരിക്കും എനിക്ക് തോന്നുന്നു സീരിയൽ ഇൻട്രസ്റ്റ് ആ സെയിം ക്യാരക്ടറിന് വേണ്ടി പിന്നെയും തിരിച്ചു വന്നിട്ട് പറഞ്ഞ പോലെ ജാടയാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയാം. നമ്മൾ പ്രഡിക്ഷൻസിൽ പിന്നെയും കാണുന്നുണ്ട്. ഇൻട്രസ്റ്റ് എന്നെ കണ്ടോ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അതിന് പറ്റിയ ഒരാളെ അല്ല. അതിന്റെ പേര് ദേവു എന്നാണ് ക്യാരക്ടർ നെയിം. എന്റെ ഹസ്ബൻഡ് ഇപ്പോഴും എന്നെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. പുള്ളിക്ക് ആ ഒരു രൂപത്തോടു കൂടി കാണാനാണ് എന്നെ. ബാക്കി എല്ലാവരും എന്നെ വില്ലനായിട്ട് എന്റെ ഹസ്ബൻഡും എന്റെ ഫാദറും ഒരുമിക്കുന്ന ഒരു മൊമെന്റ്. അതെനിക്ക് അവരോടും എല്ലാവരോടും ഭയങ്കര താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്. ഞാൻ പൊതുവെ ഒരു മടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ പൊതുവെ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ടാവും. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. ഹേ ഹലോ, ദിസ് ഇസ് സൂരജ് ഹിയർ. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്ന് മൂവി വേൾഡ് മീഡിയയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു വേഴ്സ്റ്റൈൽ ആക്ട്രസ് ആണ്. എന്തായാലും മിനി സ്ക്രീനിലെ സീരിയൽസ് കാണുന്ന അമ്മമാർക്കും എല്ലാവർക്കും ഭയങ്കര സുപരിചിതമായ ഒരു ഫേസ് ആണ്. ഹി വി ജോയിനിങ് വിത്ത് ദർശന ദാസ്. ഹലോ. സോ ദർശന മാം, സുഖമായിട്ടിരിക്കുന്നോ? ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഡേ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ സീരിയൽസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ഇയേഴ്സ് ആയി അല്ലേ? സോ അന്നത്തെ ദർശന ഇന്നത്തെ ദർശന ഒരു ചേഞ്ച് ചോദിച്ചാൽ എന്തായിരിക്കും? നല്ല ചേഞ്ച് ആണ്. ബിഗ് ചേഞ്ച് ആണ്. പിന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ചേഞ്ചാണ്. കാര്യം സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ വളരെ മെലിഞ്ഞ് സ്ലിം ആയിട്ട് ഇപ്പൊ എനിക്കൊരു ബേബി ആയി. അപ്പം ബോഡിയിൽ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചുകൾ. ഓക്കെ ഓക്കെ. പട്ട് സാരി എന്ന് പറയുന്ന ഫസ്റ്റ് സീരിയലിലാണ് വരുന്നത് 2012. ആ സമയത്ത് സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ബിഗ് ചേഞ്ച് ആണ്. അത് വെരി ഡിഫറെന്റ്, വെരി കാം ആൻഡ് വെരി ക്വൈറ്റ് റോൾ ആയിരുന്നു. ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്നോ ഓക്കെ എനിക്ക് ഇനി കിട്ടുന്ന ക്യാരക്ടർ കുറച്ച് വില്ലൻ ഷെയ്ഡ് ആയിരിക്കും, അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു ആ സീരിയൽ ചെയ്യുന്ന ടൈമിൽ അങ്ങനെ അതിനെപ്പറ്റി ഒന്നും ആലോചന ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ പറഞ്ഞ പോലെ അഭിനയിക്കാനുള്ള യാതൊരു അറിവും ഇല്ല. ഇപ്പോഴും ഉണ്ടെന്നല്ല പറയുന്നത്. എന്നാലും തുടക്കത്തിലൊട്ടും അങ്ങനെ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇനി വരുമ്പോ നമ്മൾ ഇനി സീരിയലിൽ എടുക്കുമോ എന്ന് തന്നെ ഡൗട്ടായിരുന്നു. തീർച്ചയായിട്ടും അത് കണ്ട് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ ഒരു വിലയിരുത്തലുണ്ടല്ലോ. അത് കണ്ടിട്ട് ഇപ്പോ ഞാൻ പറഞ്ഞ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞ പോലെ വേഴ്സ്റ്റൈൽ ക്യാരക്ടേഴ്സ് ആണ്. സ്റ്റാർട്ടിങ് വളരെ കാമായിച്ചിരുന്നു. കാരണം നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളതാണ്. സിനിമയിൽ പിന്നെ ഡിഫറെന്റ് ആണ്. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ പണ്ട് വളരെ കാമായി റോൾ ചെയ്ത ആള് പിന്നെ നമ്മൾ ഭയങ്കര കാമായിട്ടുള്ള റോളൊക്കെ കാണുന്നത്. പക്ഷെ പിന്നെ സീരിയസ് നോക്കുമ്പോൾ കറുത്തമുത്തിലെ ഗായത്രിയൊക്കെ നമ്മളൊക്കെ ഷോക്കായി പോയി. സോ ഹൗ ചലഞ്ചിങ് ആ ക്യാരക്ടർ പോർട്രേ ചെയ്യുമ്പോൾ? എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് കുറച്ചുകൂടെ ഇഷ്ടം. എനിക്ക് കുറച്ചുകൂടെ പെർഫോം ചെയ്യാനുണ്ടെന്ന് തോന്നുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ ഈ കണ്ടുപറഞ്ഞ എല്ലാ ഒരു നെഗറ്റീവ് ഷെയ്ഡിനും ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ആ പാറ്റേൺ വിട്ടിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഈ മൗനരാഗത്തിലാണ് എനിക്ക് അത് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും അതാണ്. അപ്പൊ എനിക്കത് ഭയങ്കര എൻജോയ് ചെയ്താണ് ഞാൻ ചെയ്തത്. പുറത്തൊക്കെ പോകുമ്പോ ഓഡിയൻസിന്റെ നല്ല ക്യാരക്ടേഴ്സിന് ആക്ച്വലി നല്ല കുറെ അമ്മമാര് ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് നമുക്കൊരു ഇനോഗ്രേഷന് പോകാൻ പോലും പറ്റാത്ത അവസ്ഥകൾ കുറെ ആക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ നേരിട്ടിട്ട് ഉണ്ടായിട്ടുണ്ടോ? തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കറുത്തമുത്ത് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ട്രെയിനിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ട്രെയിനിൽ പോലും? അതെ. എന്നെ കാണുമ്പോൾ ആദ്യമേ അടിക്കാനാണ് അവർ വരുന്നത്. പിന്നെയാണ് അവർക്ക് അയ്യോ ഇതിങ്ങനെ അല്ലല്ലോ എന്നുള്ള അതൊക്കെ വരുന്നത്. പിന്നെ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് അഭിനയമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അഭിനയത്തും ബെറ്ററായി അല്ലെങ്കിൽ അഭിനയം നന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ചെയ്ത സീരിയൽസിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? ഒന്ന് എടുത്ത് നോക്കുമ്പോൾ കരിയർ ജോൺ എടുത്ത് നോക്കുമ്പോൾ ഈ ക്യാരക്ടർ എനിക്ക് വെരി സ്പെഷ്യൽ ടു മൈ ഹാർട്ട് എന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ കറുത്തമുത്ത് തന്നെയാണ്. കാര്യം എന്നെ ഞാൻ ആക്കിയത് ഒരു ഫെയിം തന്നൊരു ക്യാരക്ടർ അല്ലേ? പിന്നെ ഈ മൗനരാഗം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി കറുത്തമുത്താണ് കുറച്ചുകൂടെ ആളുകൾ ഓർത്തിരിക്കുന്നത്. ഓക്കെ. ആ സമയത്ത് ഭയങ്കര ചേഞ്ച് ആണ് ഇപ്പോഴത്തെ ടെക്നോളജി അല്ല ആ സമയത്ത്. അപ്പൊ ഒരു ഡിഫറൻസ് എന്തായിരിക്കും ആസ് ആർട്ടിസ്റ്റ് ആ സമയത്ത് ഈ സമയത്തും? എല്ലാം ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റൈലുണ്ട്, ഈ പറഞ്ഞ ക്യാമറയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാത്തിലും ലൈറ്റ് ഇതുപോലെ തന്നെ ടെക്നീഷ്യൻസ് സൈഡിലും അല്ലാതെയും വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിനയത്തിലും വ്യത്യാസം, എല്ലാത്തിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ്, ഒരു വടക്കൻ സെൽഫി മൂവിയില് മോഡലായിട്ട്
വരുന്നുണ്ട് അതിൽ ഒരു ഓറഞ്ച് ഡ്രസ് ഒക്കെ ഇട്ട ആ സോങ്ങിൽ അതും അജു ചേട്ടൻ അജു വർഗീസിന്റെ കൂടെ വരുന്നുണ്ട്. അതിലോട്ടുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? അത് സത്യം പറഞ്ഞാൽ അത് എൻ്റെ അതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഒരു ഫ്രണ്ട് ആയിരുന്നു. അദ്ദേഹം വിളിച്ചതാണ് എന്നെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. എനിക്ക് ഭയങ്കര ചമ്മലൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പൊ എന്ത് ധൈര്യത്തിൽ പോയി അറിയില്ല, അച്ഛനും അമ്മയും തന്നൊരു ധൈര്യം പോയി. പക്ഷെ നല്ലതായിരുന്നു. ഒരു ദിവസമേ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തെങ്കിലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ സ്ക്രീനിൽ കാണുമ്പോ എങ്ങനെയാ ക്രിഞ്ച് തന്നെയാ. കുറച്ചുകൂടെ നല്ലതാക്കാമായിരുന്നു. ഇനി ഒന്നുകൂടെ സിനിമ ട്രൈ ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പൊതുവെ ഇച്ചിരി മടിയുള്ള ഒരാളാണ് ഞാൻ എല്ലാത്തിനോടും. അപ്പൊ അതുകൊണ്ടാണ് പൊതുവെ അതിലോട്ട് ഞാൻ അങ്ങനെ അങ്ങനെ ഫോക്കസ് ചെയ്ത് കുറവല്ലേ? ഓക്കെ. അന്ന് അജു ചേട്ടന്റെ കൂടെ എക്സ്പീരിയൻസ് ഫൺ മൊമെന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അജു ചേട്ടൻ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെ പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. പുതിയ ഒരാളോട് സംസാരിക്കുന്ന പോലെയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും സീനിയർ ആർട്ടിസ്റ്റുകൾ കൂടെ വർക്ക് ചെയ്യണമെന്ന് അങ്ങനെ ഫീലേ ഇല്ല. ഫുള്ളി ഹാപ്പി ആയിരുന്നു, ഫുള്ളി ജോളി ആയിരുന്നു. ഇപ്പോ കമ്മിങ് ടു മൗനരാഗം സീരിയല് ഫസ്റ്റ് വന്നിട്ട് പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. പ്രഗ്നൻസി ആ ടൈമിൽ ബ്രേക്ക് എടുത്ത് പിന്നെയും തിരിച്ചു വന്നു ആ ക്യാരക്ടറിലോട്ട്. അത് ഓഡിയൻസിന്റെ ലവ് ആണ്. വേണമെങ്കിൽ ആ ക്യാരക്ടർ റീപ്ലേസ് ചെയ്ത ആളെ കൊണ്ട് തന്നെ മുന്നോട്ട് ചെയ്യിപ്പിക്കായിരുന്നു. പേഴ്സണലി എനിക്കും ഞാനും ആ സമയത്ത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദർശന പോയപ്പോ ആ ക്യാരക്ടർ എന്തോ ഒരു ഇതുപോലെ തോന്നിയിട്ട്. അത് ആക്ച്വലി വളരെ ലക്കാണ് ഓഡിയൻസിന്റെ ലവ് കിട്ടാനായിട്ട്. അതെങ്ങനെ ആ ഒരു ഹാപ്പിനെസ്? പോയ സമയത്ത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെയാണല്ലോ പോയത്. അപ്പൊ അത് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ഇത് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അതിങ്ങനെ കയറി വരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ പ്രഗ്നൻസി അറിഞ്ഞതും എനിക്കത് നിർത്തേണ്ടി വന്നതും. അപ്പോൾ വീട്ടിലിരുന്ന് വിഷമിക്കുമായിരുന്നു, എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ട് മിസ്സായല്ലോ എന്നൊക്കെ. തിരിച്ച് അതിലേക്ക് വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഞാനായിരിക്കും എനിക്ക് തോന്നുന്നു സീരിയൽ ഇൻട്രസ്റ്റ് ആ സെയിം ക്യാരക്ടറിന് വേണ്ടി പിന്നെയും തിരിച്ചു വന്നത്. പിന്നെ അത് ആക്ച്വലി ഉണ്ടായിട്ടില്ല, സീരിയൽസിൽ കുറവാണ്, സീരിയൽസിന്റെ ഹിസ്റ്ററിയിൽ കുറവായിട്ടേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര ഹാപ്പിനെസ് അല്ലേ? ഓക്കെ. പിന്നെ സീരിയൽസ് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഫോർ ദ പീപ്പിൾ, അതിൽ നെഗറ്റീവ് ക്യാരക്ടർ ഒരു ഷെയ്ഡായിട്ട് വരുന്നു. സെയിം ഡയറക്ടർ തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ കുറെ ബാക്ക് ടു ബാക്ക് നെഗറ്റീവ് ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ടെൻഷൻ ഉണ്ടോ? കാരണം എന്നെ ഓഡിയൻസിന് ഫുൾ നെഗറ്റീവ് ആയിട്ട് കൊടുക്കുക? കാരണം ഇല്ല, ഞാൻ ഈ പറഞ്ഞ സുമംഗലി ഭവ എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഞാൻ ലീഡ് റോൾ ചെയ്തത്. അപ്പം അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ എപ്പോഴും പറയുന്നുണ്ട്, ഇങ്ങനെ കരയരുത്, കുറച്ചുകൂടി ബോൾഡ് ആവണം, നിങ്ങൾ കുറച്ചുകൂടി ബോൾഡ് ക്യാരക്ടർ ചെയ്യാം. പണ്ടത്തെ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അതാണ് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇഷ്ടം എന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു ബോറടി ആയിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാത്രം സീരിയൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ ക്യാരക്ടറിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടേ. സനൂപ് ചേട്ടൻ സുമംഗലി ഭവ സെറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? അനൂപ്. ഓക്കെ. അപ്പൊ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കില്ല അവിടുത്തെ അദ്ദേഹത്തിന് ഞാൻ അവിടെ മീറ്റപ്പ് ചെയ്യുന്ന അനൂപ് ചേട്ടൻ മീറ്റപ്പ് ചെയ്യുന്ന എനിക്ക് സ്പെഷ്യലാണ്, ഭയങ്കര സ്പെഷ്യലാണ്. അത് നല്ലൊരു ക്യാരക്ടർ, ലീഡ് ക്യാരക്ടർ കിട്ടിയപ്പോ ഭയങ്കര ഫുൾ സാരി ഒക്കെ എടുത്ത് ഭയങ്കര ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അത് ശരിക്കും അതിന്റെ പേര് ദേവു എന്നാണ് ക്യാരക്ടർ നെയിം. എന്റെ ഹസ്ബൻഡ് ഇപ്പോഴും എന്നെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അതെ, പുള്ളിക്ക് ആ ഒരു രൂപത്തോടു കൂടി കാണാനാണ് എന്നെ. ബാക്കി എല്ലാവരും എന്നെ വില്ലനായിട്ടാണ്, ആള് മാത്രമാണ്. സോ ഇങ്ങനെ ഈ ക്യാരക്ടർ വന്ന സമയത്ത്, കാരണം അതിന് മുന്നേ തന്നെ നെഗറ്റീവ് ചെയ്ത ഒരാളാണ്, അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നെ ആൾക്കാർ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യോ? അങ്ങനെ ടെൻഷൻ ഇല്ല. ഞാൻ ഈ കറുത്തമുത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ആദ്യമേ ഞാൻ നെഗറ്റീവ് ആയിരുന്നു, പിന്നെ ഞാൻ പോസിറ്റീവായി. ആ പോസിറ്റിവിറ്റി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ അതിനെ തുടർന്നാണ് എനിക്ക് ഈ പറഞ്ഞ ലീഡ് റോൾ വന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ആളുകൾ കുറെ ആക്സെപ്റ്റ് ചെയ്തവരുണ്ട്. പക്ഷെ ഞാനിങ്ങനെ കരയുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ പറയുന്നത്. പിന്നെ ഒരു ആക്ടർ മാത്രമല്ല, ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രനറും കൂടിയാണ് ഇതൽ ബൈ ദർശന അല്ലെ? ഇപ്പൊ ആ കാസ്റ്റ്യൂമ അതിന്റെ വേറെ ഒരു ഫ്രണ്ടിന്റെ കോസ്റ്റ്യൂമാണ്. ഓക്കെ. സോ ഇതൽ ബൈ ദർശന എങ്ങനെ ബീങ് ആൻ ഓൺട്രപ്രനർ, എങ്ങനെ ആ ഒരു ടാസ്ക് എങ്ങനെ പോകും? ആക്ച്വലി എൻ്റെ ഒരു സ്വപ്നമാണെന്ന്. ഞാൻ ഡ്രസ്സിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം കുറെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നിക്കൂടെ എന്തുകൊണ്ട് നമുക്ക് ഇതൊരു ബിസിനസ് ആക്കിക്കൂടെ, അങ്ങനെ തുടങ്ങിയ ഒരു സംഭവമാണിത്. അത് സക്സസ് ആയിട്ട് തന്നെ പോകുന്നു. സോ ഇതൾ, ഈ പേരൊക്കെ ഐഡിയ ഒക്കെ എങ്ങനെ? ഇതൾ എന്റെ സിസ്റ്റർ സജസ്റ്റ് ചെയ്തൊരു നെയിമാണ്. അവൾക്കൊരു മോളാണെങ്കിൽ ഇതളിന് പേരിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അവൾക്കത് പറ്റിയില്ല, അപ്പം എനിക്ക് ആ ഒരു പേരിട്ടു. എങ്ങനെ പോകുന്നു ആസ് ഓൺട്രപ്രനർ? ആ ഒരു പൊസിഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നു? അത് എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രമല്ല, എനിക്ക് കുറച്ച് പാർട്ട്നേഴ്സ്. ഞാൻ ചോദിക്കട്ടെ, ഹാർഡ് ആണോ ആക്ച്വലി ബീങ് ആൻ ഓൺട്രപ്രനർ? ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ? എനിക്കൊരു മോനുണ്ട്, ഫാമിലി കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കുറെയൊക്കെ അതിലേക്ക് ഇങ്ങനെ ഒതുങ്ങി പോകും. അതെ.
പിന്നെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു പുഷ് തരണം, എന്റെ ഹസ്ബൻഡാണ് തരാറ്. ബിഗ് സപ്പോർട്ടർ അല്ലേ? തീർച്ചയായിട്ടും, പുള്ളി ഇല്ലെങ്കിൽ ഞാനില്ല. ആക്ച്വലി പുള്ളീനെ പറ്റി പറഞ്ഞപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ യൂട്യൂബിൽ ഇന്റർവ്യൂ കൊടുത്തുകൊടുത്ത് മടുക്കുന്ന രീതിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആസ് എ ഒരു പബ്ലിക് ഒരുപാട് നമ്മൾ ഒഴിവാക്കി കാര്യം പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, അപ്പോൾ ഡെഫിനറ്റ്ലി ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഭയങ്കര പ്രശ്നം വരും. അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്തു? അല്ലെങ്കിൽ ഇപ്പൊ അതൊക്കെ നോക്കുന്ന സമയത്ത് അത് പ്രശ്നമില്ല, ഞാനതൊക്കെ കടന്നു വന്നു, അങ്ങനെ ആയിരുന്നു തോന്നുന്നുണ്ടോ? എനിക്ക് അപ്പോഴും പുള്ളി തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പുള്ളിയാണ് എന്റെ എല്ലാം. എനിക്ക് എന്നെ ഒരു സൈഡിൽ ഒരു പില്ലോ പറയില്ലേ, അതുപോലെ നമ്മുടെ സപ്പോർട്ടർ അല്ലേ? പുള്ളി ഇല്ലാതെ ഒരു സെക്കൻഡ് എനിക്ക് അതിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഡൗൺ ആയിരിക്കും എനിക്കത്. അപ്പം എന്തെങ്കിലും ഒരു വിഷമം വന്നാലോ അങ്ങനെ ഒരു മൊമെന്റ് വന്നാൽ പുള്ളി തന്നെയാണ് എന്നെ പൊക്കിക്കൊണ്ട് വരുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് റാപ്പിഡ് ഫയർ ചോദിക്കാം. നമുക്ക് ഫാസ്റ്റ് ആൻസേഴ്സ്, പെട്ടെന്ന് ആൻസേഴ്സ് വേണം. ഒന്ന് പെട്ടെന്ന് ചിന്തിക്കാൻ പാടില്ല, വായിൽ തന്നെ അപ്പോഴത്തെ ആൻസർ സെറ്റ്. അതെ, ഇപ്പോൾ മൗണ്ട് രാഗത്തിൽ നമുക്ക് ചോദിക്കാം, സെറ്റിൽ ഏറ്റവും ഭയങ്കര ഫൺ, അല്ലെങ്കിൽ ഹീ ഈസ് വെരി ഫൺ, ഷീ ഈസ് വെരി ഫൺ, ഭയങ്കര ഫൺ, ജോക്സ് ഒക്കെ പറഞ്ഞ് ഷീസ് വെരി ഫൺ. ഹീ പറയായിരിക്കും, ബിക്കോസ് എന്റെ പേരാണ് എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നുന്നത്. ഞങ്ങളുടെ കൂടുതൽ കോമ്പിനേഷൻ എന്റെ ഫാമിലിയെ ഒരു ഫണ്ണാണ്. 4 പേരും അച്ഛൻ അമ്മ, ഞങ്ങൾ 4 പേരും നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും ഭയങ്കര ഫണ്ണാണ്. ഹ്യൂമർ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും ഒരു സീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫണ്ണാക്കി തന്നെ ഞങ്ങൾ ചെയ്യും. അപ്പൊ ആ 4 പേരും നാല് ഒരാളെ പറയുകയാണെങ്കിൽ എന്റെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു. ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട് ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് ഫ്രണ്ട്. ഇൻഡസ്ട്രി ടഫായിരിക്കും. കുറേ പേരുണ്ടോ? ഇല്ല, ആരും ഇല്ല. എല്ലാവരും ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഐശ്വര്യ ചേച്ചിയോ? ഐഷു ഫ്രണ്ടാണ്, ഓഫ് കോഴ്സ് എന്റെ ഫ്രണ്ടാണ്. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യും. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. Is it hard to get a best friend from the industry? തോന്നിയിട്ടുണ്ട്? അങ്ങനെ തോന്നിയിട്ടുണ്ട്. കുറച്ച് ഹാർഡാണല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അതെ, പേഴ്സണലി എങ്ങനെ ഫ്രണ്ട്സ് ഇല്ല, ഔട്ട് ഓഫ് ബോക്സിലെ ഫ്രണ്ട്സ്? ഓക്കെ, ഔട്ട് ഓഫ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പൊതുവെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളെ അല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയാനില്ല. എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് അതെ, വേറൊരു ഫ്രണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. കാര്യം ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം, മേ ബി അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഫേവറേറ്റ് ആക്ടർ, ഭയങ്കര ചെറുപ്പം മുതൽ ഇപ്പൊ വരെ ഭയങ്കര ഇഷ്ടമുള്ള ആക്ടർ? അങ്ങനെ പറയാൻ പറ്റില്ലടാ. പെർഫോമൻസ് അനുസരിച്ച് ലാലേട്ടന്റെ ബിഗ് ഫാൻ ആണ് ഞാൻ. ലാലേട്ടൻ. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ വരുന്നവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ സിനിമ എന്റെ ഒരു വലിയ ഭ്രാന്താണ്. അപ്പൊ അതിനകത്ത് നന്നായി പെർഫോം ചെയ്യാൻ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സിനിമയിൽ അഭിനയിക്കുന്ന നല്ല അഭിനയമുള്ള ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സീരിയൽ ആക്ടേഴ്സിനെ പറ്റിയിട്ട് പ്രേക്ഷകർക്കുള്ള ഒരു മിസ്കൺസെപ്ഷൻ, അവർക്ക് ഈ സീരിയൽ ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ്, പക്ഷെ അത് സത്യമല്ല, അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേൾക്കാൻ ഈ പറഞ്ഞ പോലെ ജാടയാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ജഡ്ജ് ചെയ്യാറുണ്ട് ആൾക്കാരുണ്ട്, ഈ കുട്ടിക്ക് ജാട, അല്ലെങ്കിൽ ദർശന എന്ന് പറഞ്ഞ ആക്ടറിന്റെ ജാട. അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ പൊതുവെ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല, കംഫർട്ട് സോണിൽ മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഫേവറേറ്റ് ക്യാരക്ടർ സീരിയൽസിൽ ചെയ്തിട്ടുള്ളതിൽ സീരിയൽസിൽ ഭയങ്കര ഫേവറേറ്റ്? കറുത്തമുത്ത്. അതല്ലാതെ കറുത്തമുത്ത് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. മൗനരാഗത്തിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ആക്ടർ, എനിക്കിങ്ങനെ ഒരു ഡ്രീം റോൾ ഉണ്ട്, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ ചെയ്യാനൊരു കൂടെ ആക്ട് ചെയ്യാനൊക്കെ ഒരു ആഗ്രഹം, കൂടെ ആക്ട് ചെയ്യാൻ ഒരു റോളും പറയണം. ഈ ക്യാരക്ടറും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ആക്ടറും. നമുക്ക് ആക്ടറിന്റെ കൂടെ തന്നെ സിനിമയാണോ സീരിയലാണോ? സീരിയൽ പറയുകയാണെങ്കിൽ ആരായിരിക്കും? സീരിയൽ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. സിനിമ ചോദിച്ചാ സിനിമ ഓക്കെ, ലാലേട്ടന്റെ കൂടെ തന്നെയാണ്. ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിലും അടുത്ത് നിൽക്കുന്നതാണെങ്കിലും ചെയ്താൽ മതി. ഓക്കെ, ലാലേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഡെഫിനറ്റ്ലി ഇത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് റിപ്പീറ്റേഷൻ കേട്ടിട്ടുണ്ടായിരിക്കും. ബിഗ് ബോസ് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പിന്നെയും കാണുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണ്. നമ്മൾ കൂടുതൽ കണ്ടത് വൈൽഡ് കാർഡ് അഡ്വൈസിൽ വരുന്ന പറഞ്ഞാൽ കണ്ടത്. നമ്മൾ യൂട്യൂബിൽ കണ്ടു. ഈ സീസണിൽ കണ്ടില്ല, ബാക്കി മുന്നത്തെ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അവർക്ക് മനസ്സിലായിരുന്നു ദർശനം പോകുന്നില്ല. ഞാൻ അതിന് പറ്റിയ ഒരാളെ അല്ല. കോൾ വന്നിട്ടുണ്ടോ? എന്റെ ഫ്രണ്ടാണ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് മീൻസ് നമ്മുടെ ഷോ മുമ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ്. അപ്പം അവരിങ്ങനെ സജസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് താല്പര്യം ഇല്ല. പിന്നെ അവർക്ക് തന്നെ എന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അവർക്ക് അറിയാം ഇതിനെ കൊണ്ട് തീർച്ചയായിട്ടും അതൊരു പ്രൗഡ് മൊമെന്റ്. പക്ഷെ ഇഷ്ടമല്ല പേഴ്സണലി. ഇല്ല, എനിക്ക് അറിയില്ല. ചിലപ്പോൾ എന്റെ ക്യാരക്ടർ പുറത്ത് ഉള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അവർ ഈ സീരിയൽ ക്യാരക്ടർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ എന്റെ പേഴ്സണൽ ക്യാരക്ടർ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെനിക്ക് തന്നെ ഒരു നെഗറ്റീവ് ആയിട്ട് വരും. അതിനുവേണ്ടി ഞാൻ വെറുതെ ഫെയിം കൂടി കളയാൻ വൈകുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒരു റിയാലിറ്റി ഷോയിലാണ് നിങ്ങളുടെ ഒരു ഫാമിലി റീയൂണിയൻ വരുന്നത്. അത് ഭയങ്കര കുറെ ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഒരു മിസ്കൺസെപ്ഷൻ ഒക്കെ മാറ്റി വെച്ചിരിക്കുന്നു. ആ ഒരു മൊമെന്റ് എങ്ങനെ ആ റിയാലിറ്റി ഷോ? വലിയൊരു മൊമെന്റ് തന്നെയാണ്. വലിയ മൊമെന്റ് ആയിരുന്നു. എന്റെ ഹസ്ബൻഡും എന്റെ ഫാദറും ഒരുമിക്കുന്ന ഒരു മൊമെന്റ്. അതെനിക്ക് അവരോടും എല്ലാവരോടും ഭയങ്കര
താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്. മൊമെന്റ് ആണ് അത്. ആക്ച്വലി കുറേ കമന്റ്സ് പിന്നെ ഇത് പ്രീ പ്ലാൻഡ് ആണ്, TRP റേറ്റിംഗ് വേണ്ടിയിട്ടാണ്. ഇല്ല, അതെന്ന് വെച്ചാൽ അവര് തമ്മിൽ സംസാരിക്കുന്നത് ആ ഒരു സമയത്താണ്. ഒരു പ്രാവശ്യം വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്റെ മുമ്പിൽ അവർ അന്നാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് ഫാമിലി ഇവിടെ വന്നപ്പോൾ റിയാക്ഷൻ നമ്മൾ അതിൽ കണ്ടു. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പി ആയിരുന്നു, വിഷമം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാം അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാം ഉള്ളൊരു മൊമെന്റ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഒരു ഓൺട്രപ്രണർ ആണ്, ഒരു ആക്ടറാണ്, ഏത് റോൾ ഏറ്റവും കൂടുതൽ എൻജോയ്? ഒരു വൺ ആൻസർ എനിക്ക് പറ്റത്തുള്ളൂ കേട്ടോ. ആക്ടിങ് എന്റെ ഒരു പാഷൻ, ഒരു ഇഷ്ടമാണല്ലേ ചെറുപ്പം മുതലേ? അതില്ലാത്തൊരു മൊമെന്റിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. നാളെ വന്നാൽ എന്തായിരിക്കും അറിയില്ല, പക്ഷെ എൻജോയ് ചെയ്ത് ചെയ്യാ പറയുമ്പോൾ ആക്ടിങ് തന്നെയാണ്. ആക്ടിങ് ആണ് ചൂസ് ചെയ്തത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെന്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ കോൺട്രവേഴ്സി കേൾക്കുമ്പോഴും ഈവൻ ഈ ഇൻഡസ്ട്രിയിൽ കുറേ ഈഗോ ഇഷ്യൂസ്, ജലസ് ഇഷ്യൂസ് അതൊക്കെ ഫേസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഹൗ യു ഡീലിംഗ് വിത്ത് ഓൾ ദീസ് തിങ്സ്? കാരണം വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് ദേഷ്യമുള്ള ആൾക്കാരെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യേണ്ട അവസരങ്ങൾ വരും. അപ്പോൾ അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യും? ഞാൻ അങ്ങനെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നില്ല, പക്ഷെ ഈ മൊമെന്റും കടന്നു പോകുന്ന ഒരു തോട്ട് എപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. അതെന്നെ ആലോചിച്ചിട്ട് അങ്ങനെ പോകും. ഇപ്പൊ ഒരു ഓൺട്രപ്രണർ ആണ് ഇതൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സമയത്തും ഷൂട്ടിനൊക്കെ പോകുന്ന കാരണം ഫുള്ളി നമുക്ക് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം അങ്ങനെ ആഗ്രഹമില്ല. അപ്പൊ ഒരു ട്രസ്റ്റബിൾ ടീം ഇതിന് ബാക്കിലുണ്ടല്ലേ? ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ കളക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? ഇങ്ങനെ നമ്മൾ പുറത്തുനിന്ന് പോയി പർച്ചേസ് ചെയ്യാണ്. അതിനൊക്കെ പോകാറുണ്ടോ? കൂടെ പോകും. തീർച്ചയായും. ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെയാണ്. ഫാമിലി മൊത്തം പോലെ? ഫാമിലി ഇല്ലാതെ ഞാൻ ഈ ഇവന്റിൽ മാത്രമേ വന്നിട്ടുള്ളൂ. എന്റെ കൂടെ ഉള്ളവർ കളിയാക്കും, മറ്റേ ഈ പാക്കേജ് പോലെയാണ്. കുട്ടികൾ സ്കൂളിൽ പോകും. ആണല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഏറ്റവും ഇഷ്ടം ആരെയാ? നമ്മളിങ്ങനെ പറയത്തില്ല, ഞാനിങ്ങനെ അച്ഛൻ കുട്ടിയാണ്, അമ്മ അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരു അമ്മമോളാണ്. അച്ഛനെ ഇഷ്ടമല്ല, പക്ഷെ കൂടുതൽ അമ്മയായിട്ട് ഭയങ്കര അമ്മയാണ് എന്റെ കൂടെ കൂടുതലും ഇങ്ങനെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അമ്മയുടെ മോള. നമ്മൾ മൗനരാഗത്തിൽ കാണുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ ഇപ്പൊ ഇതിൽ അങ്ങനെ എല്ലാം നമ്മൾ കോസ്റ്റ്യൂം മൗനരാഗത്തിൽ എങ്ങനെ ഒന്നുമില്ല, എല്ലാം നമ്മൾ പുറത്തുള്ള ഇങ്ങനെയൊക്കെ പ്രൊമോഷൻ ഒക്കെ ചെയ്യാനായിട്ട് ഐശ്വര്യ ചേച്ചിയുടെ അടുത്ത് നെലിചേട്ടനൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഇല്ല, അവരോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇനി ഉണ്ടല്ലോ, ടൈം ഉണ്ടല്ലോ, ഇനി ആവശ്യം വരുമ്പോൾ സംസാരിക്കാന്നല്ലേ? ഓക്കെ. നമ്മളിപ്പോ ഓൺ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഓൺ ബ്രാൻഡ് ആക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് അവരുമായിട്ട്. സോ ദർശൻ ആസ് എ പേഴ്സൺ സീരിയലിന് വിട്ടുമാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ വിട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു കാമായി ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും ഒരു ഹോബി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ചെയ്യുന്ന ഒരു ഹോബി എന്താണ്? റീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും? ഒന്ന് മൂവി ഭയങ്കര മൂവി ലവറാണല്ലേ? ഒരു ഡൗട്ടും ഇല്ല, മൂവി കാണും. അതിനെ പരം ഞാൻ എൻജോയ് ചെയ്യുന്ന എന്റെ സ്ട്രെസ് ഫുള്ളും പോകുന്നത് മൂവി കാണുമ്പോൾ. എന്ത് കൈൻഡ് ഓഫ് ജോൺറി സിനിമകൾ കാണാൻ ഏറ്റവും ഇഷ്ടം? അങ്ങനെയില്ല, എനി കൈൻഡ് ഓഫ് സിനിമ. ഏത് മൂവി നല്ലതാണെന്ന് റിവ്യൂ കണ്ടാലും ഇല്ല മോശമാണെങ്കിലും പോയി കാണും. എന്താണ് മോശമായി നമുക്ക് അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് മൂവി ഞാനും എന്റെ ഹസ്ബൻഡ് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞങ്ങൾ ഏത് മൂവി റിലീസിന്റെ ഡേ തന്നെ പോയിരുന്ന് കാണും. ആൾക്ക് യൂട്യൂബ് ചാനൽ പുള്ളി പൊളിറ്റിക്സ് പരമായിട്ട് അങ്ങനെ യൂട്യൂബ് ഉണ്ട്. അത് എങ്ങനെ സജഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കോ? ഇല്ല, ആളുടെ പടയാളായില്ലേ? അങ്ങനെ പോകുന്ന ഒരാളാണ്. റീസെന്റ് ടൈമിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? സിനിമ ഇപ്പോ ലോക കണ്ടു ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. മൗനരാഗം സീരിയൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മോർ ദാൻ 5 years ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഡെഫിനറ്റ്ലി 6 years ആവാൻ പോകുന്നു. എനിക്ക് നേരത്തെ ബാലാജി സാറിന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ സാറ് പറഞ്ഞു സീരിയലിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ എപ്പിസോഡ് പോകുന്ന ഒരു സീരിയൽ എന്ന് പറയുന്നുണ്ട്. മൊത്തം പാട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു ഫാമിലി പോലെയാണ്. തീർച്ചയായിട്ടും. അതെങ്ങനെ ഒരു ഗെറ്റിംഗ് എ ഫാമിലി വർക്ക് സ്പേസ് കിട്ടുമ്പോൾ ഒരു സന്തോഷം? എനിക്ക് അതൊരു ഫാമിലി പോലെ തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് പ്രഗ്നന്റ് ആയത് എന്നെ ഒരു 4 month ഇവർ തന്നെയാണ് കെയർ ചെയ്തതും. എനിക്കുള്ള ഫുഡ്, എനിക്കുള്ള എല്ലാം ഇവർ തന്നെയാണ് കെയർ ചെയ്ത് ഒരു കുട്ടിയെ പോലെ തന്നെ ഇങ്ങനെ കൊണ്ടു നടന്നൊക്കെ ഇവരാണ്. എൻ്റെ മോൻ സെറ്റിൽ വന്നിട്ടുണ്ട്. എൻ്റെ ആ ഫാമിലി ജേണി ഫുൾ ഈ മൗനരാഗമാണ്. അപ്പോൾ ഇവരൊരിക്കലും പുറമേ ഉള്ള ആളുകളല്ല, എൻ്റെ ഫാമിലി തന്നെയാണ്. തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പോൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ ഈസി അല്ല, കുറേ പ്രഷറൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ വാട്ട് മേക്സ് യു സ്റ്റാൻഡ് ഹിയർ? എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം അങ്ങനെ? സീരിയൽ ഇൻഡസ്ട്രിയിലാണോ? അല്ല, നമ്മുടെ ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നിൽക്കാനായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എവറി ടൈം നമുക്ക് വർക്ക് കിട്ടണമെന്നില്ല, ലാക്ക് ഓഫ് വർക്ക്സ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആസ് എ പേഴ്സൺ എനിക്ക് ഇവിടെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം വരില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. സോ വാട്ട് മേക്ക് യു ഇവിടെ തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട്? ആക്ടിങ് ഒരു പാഷൻ്റെ പുറകെ പോകുന്നതാണ് ഇഷ്ടമാണ്. അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നുമില്ല. ആക്ടർ ഓൺട്രപ്രണർ അല്ലെന്ന് വിചാരിക്കുക, എന്തായിരിക്കും ദർശനം എന്ന് പറഞ്ഞ പേഴ്സൺ? ഒന്നും ചെയ്യില്ല. ഞാൻ പൊതുവെ ഒരു മടിച്ചാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പൊതുവെ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ടാവും. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസിക്കൽ ഡാൻസ്. ഒരു ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങി പയ്യെ അതിന്റെ പുറകെ അതായിരുന്നു പ്ലാൻ അല്ലേ? അതായിരുന്നു അച്ഛൻ്റെ ഒക്കെ ആഗ്രഹം. അങ്ങനെ പോയി. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ സീരിയലിലേക്ക് വന്നപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നും അല്ല, ഈ പറഞ്ഞ ഒരു പ്രഷറിന്റെ പുറത്ത് പോയി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ. ഏറ്റവും കൂടുതൽ വീക്ക് ആക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും ചോദിച്ചാൽ? എന്നെയാണോ?
വീക്കാക്കുന്ന കാര്യം എന്നെ മെന്റലി പെട്ടെന്ന് വീക്കാക്കാൻ പറ്റുന്ന ഒരാളാണ്. സെൻസിറ്റീവ് ആണോ? തീർച്ചയായിട്ടും. ഓക്കെ. പക്ഷെ എന്റെ ഫേവറേറ്റ് ആളുകൾക്ക് പെട്ടെന്ന് പറ്റും, പുറമേ നിന്നുള്ള ആളുകൾക്ക് അത്ര പറ്റില്ല. എന്റെ ഫേവറേറ്റ് ആരെങ്കിലും എന്ത് പറഞ്ഞാലും എനിക്കത് പെട്ടെന്ന് ഭയങ്കര ഡൗൺ ആയി പോകും. അപ്പൊ തിരിച്ച് അവരുടെ റിവെഞ്ച് അങ്ങനെയൊന്നുമില്ല? ഒരിക്കലും ഇല്ല. ഫേവറേറ്റ് ആളുകളുടെ റിവെഞ്ച് ഇല്ലല്ലോ. ഉണ്ടായിരിക്കും. നേരത്തെ ഇതും കടന്നു പോകുന്നു അതും അങ്ങനെ ഫ്രണ്ട് ഔട്ട് ചെയ്യും. സോ ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്തെങ്കിലും അതോ മൗനരാഗം തന്നെയാണോ പോകുന്നത്? ഇപ്പൊ മൗനരാഗമാണ്. ഇനി പ്രൊജക്ട് ഇപ്പൊ എടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഇതളുടെ പുറകിലാണ്. ഓക്കെ. ഈ ഇതളുടെ പുറകിൽ പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് മണിയുടെ കാര്യം, ഫിനാൻസിന്റെ പ്രശ്നങ്ങൾ, സെയിൽസിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. കുറച്ചൊരു പ്രഷർ ഉണ്ട്. ഇവന് എത്ര ഫ്രണ്ട്സ് നോക്കാന്ന് പറഞ്ഞാലും നമ്മളെ ഓഡിയൻസിനെ കാണുമ്പോൾ ദർശനാണ് വരുന്നത്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സെയിൽസിന് പോകുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ളവരാണ് എന്നെക്കാൾ കൂടുതൽ. അവർക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ഇപ്പം എന്നെ എങ്ങനെ കൂളാക്കി വെക്കണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇനിയിപ്പോൾ എന്തെങ്കിലും നഷ്ടം വന്നാൽ തന്നെ അവർ പറയും നീ മോൺ ആയിട്ട് തന്നെ ഇരിക്കും. അതെ. സോ ബീയിങ് എ മദർ എങ്ങനെ, ആ ഒരു റോൾ എങ്ങനെ, എത്ര ഹാപ്പിനെസ്സാ? നല്ല ഹാപ്പിനെസ്സാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അതാണ്. മോൻ്റെ കാര്യങ്ങൾ ചെയ്യുക, മോനെ നോക്കുക, മോൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക. അവൻ സീരിയൽസ് ഒക്കെ കാണോ? അവന് ഇഷ്ടമല്ല ഞാൻ ഈ നെഗറ്റീവ് ചെയ്യുന്നത്. കൂടുതൽ എൻ്റെ സീരിയലിലെ ഹീറോയിനെ വഴക്ക് പറയുന്നത്, എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നവരെ വഴക്ക് പറയുന്നതൊന്നും ഇഷ്ടമല്ലാത്ത കാര്യം. വന്ന് പറയില്ല ഇങ്ങനെ അമ്മ അങ്ങനെ അവൻ കാണുമ്പോഴേ പറയും ഇത് ചെയ്യരുതെന്ന് പറയും. അവൻ അങ്ങനെ അറിയില്ലല്ലോ അത്. അപ്പൊ ഞാൻ കാണിക്കാറില്ല. So thank you so much for joining. എന്തായാലും പ്രോഗ്രാംസും പ്രോജക്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. I hope you like my interview. Thank you so much. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.